എല്ലാവർക്കും നമസ്കാരം. ജ്ഞാനാമൃതത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സുസ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഹനുമത് ജയന്തിയോടനുബന്ധിച്ച് ഇവിടെ കൽപ്പാത്തിയിലുള്ള രാമധ്യാനമഠം, അത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ത്യാഗരാജസ്വാമികൾ, സാക്ഷാൽ ത്യാഗരാജസ്വാമികളുടെ ശിഷ്യനായ രാജാറാം സ്വാമികൾ ത്യാഗരാജസ്വാമികളുടെ നിർദ്ദേശമനുസരിച്ച് സ്ഥാപിച്ച എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്ഥാപിച്ച രാമധ്യാന മഠമാണ്. അവിടെ ആഞ്ജനേയ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ആഞ്ജനേയ ജയന്തി, ഹനുമാൻ്റെ പിറന്നാളായതുകൊണ്ട് അവിടെ പോയിട്ട് ഒരു ആരാധനയ്ക്കായിട്ട് ഞാനവിടെ പോയതായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ത്യാഗരാജസ്വാമികളുടെ ഒരു സാന്നിധ്യമുള്ള സ്ഥലമായതുകൊണ്ട് ജയന്തശ്രീയിലെ മരുകേലറ എന്ന ത്യാഗരാജകൃതിയൊക്കെ പാടി, അതിനുശേഷം ആഞ്ജനേയരെക്കുറിച്ചിട്ടുള്ള ഒരു ശ്ലോകവും സ്തോത്രമൊക്കെ പാടി അവിടെ ദീപാരാധനയിൽ പങ്കുകൊണ്ട് അവിടുന്ന് പ്രസാദം, വിസ്തരിച്ചിട്ടുള്ള ധാരാളം പ്രസാദങ്ങളൊക്കെ തന്നിരുന്നു നൈവേദ്യം എന്നുള്ള നിലയ്ക്ക്. പാട്ടൊക്കെ പാടിയതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ പ്രസാദം നൽകപ്പെട്ടു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പാത്രം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏതായാലും അവിടെ നിന്ന് തന്നെ ഭക്ഷിച്ചേക്കാം, ഇല്ലെങ്കിൽ അതിൽ ബാക്കി വരുന്നത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഭാഗത്ത് ഇരുന്നിട്ട് ആ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നൈവേദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നാലാവുന്ന വിധമൊക്കെ തീർക്കാൻ നോക്കിയിട്ടും അത് തീരുന്നില്ല. അപ്പോൾ അത്രത്തോളം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുകയായിരുന്നു. ഹമീദ് എന്ന് പറഞ്ഞിട്ട്, അതായത് കൽപ്പാത്തിയിൽ ധാരാളം എത്രയോ വർഷങ്ങളായിട്ട് കൽപ്പാത്തിയിൽ അമ്പലങ്ങളിലും മഠങ്ങളിലുമൊക്കെ എത്രയോ വർഷങ്ങളായി, തലമുറകളായി, ഹമീദിൻ്റെ അച്ഛനും മുത്തച്ഛനും വരെ ഈ കൽപ്പാത്തിയിൽ പൂ വിൽപ്പനയാണ് അവരുടെ തൊഴിൽ. എത്ര തലമുറകളായി ഹമീദിനോട് പറയാറുണ്ട്, 2-3 തലമുറകളായി കൽപ്പാത്തിയിലേക്ക് ഇവരാണ് പൂ കൊണ്ടുവരുന്നത്. അമ്പലങ്ങളിൽ, ഭജനോത്സവങ്ങളിൽ, കൽപ്പാത്തി തേരിനൊക്കെ ധാരാളം പൂവിൽപ്പനയൊക്കെ കൽപ്പാത്തിയിൽ മുസ്ലിം സഹോദരങ്ങളാണ് എത്രയോ കാലമായി. എൻ്റെ അറിവിൽ തന്നെ ഞാനിപ്പോൾ കൽപ്പാത്തി ഭാഗത്ത് വന്ന് തന്നെ ഏകദേശം 1/2 നൂറ്റാണ്ടാവുന്നു. 46-47 വർഷമായി ഞാൻ ഇവിടുത്തെ അന്തേവാസിയാണ്. അപ്പോൾ ഏതായാലും ഹമീദിനൊക്കെ എനിക്ക് എത്രയോ കാലങ്ങളായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഞാൻ ഹമീദിന് കൊടുക്കാം എന്ന് പറഞ്ഞ് നൈവേദ്യം കുറച്ച് ഭക്ഷിച്ചോളൂ. ഹമീദെ, അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമാണ്, ആഞ്ജനേയരുടെ പ്രസാദമാണ്. ഇന്ന് ആഞ്ജനേയരുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ദൈവം തരുന്നതായിട്ട് കരുത്, ഇത് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ വേറൊരു പൊതി അദ്ദേഹത്തിന് കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് ഹമീദ് പറഞ്ഞത്, എനിക്ക് വേണ്ട സ്വാമി, എനിക്ക് വേണ്ട, ഇന്ന് വേണ്ട, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമൊക്കെ ധാരാളം വാങ്ങാറുണ്ട്, കഴിക്കാറുണ്ട്, പക്ഷേ എനിക്കിന്ന് വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ ഓംലെറ്റൊക്കെ കഴിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം കുളിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇവിടെ പൂ വിൽപ്പനയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു അശുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ പ്രസാദം ഇപ്പോൾ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണക്രമങ്ങളല്ലേ, നിങ്ങളുടെ വർഷങ്ങളായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇന്ന് കഴിച്ചു എന്നല്ലേ ഉള്ളൂ, അതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ ഈ പ്രസാദവും അതുമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തണ്ട, സാരമില്ല, അതൊക്കെ നമ്മൾ കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ, നിങ്ങളുടെ ഭക്ഷണക്രമമാണല്ലോ. അല്ലല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓംലെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മുട്ടയാണ്, നോൺ വെജാണ്, അത് യാതൊരു കാരണവശാലും ഇതുമായിട്ട് ചേരില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് കഴിക്കില്ല. ഇന്ന് വൈകുന്നേരം അമ്പലങ്ങളിൽ നിന്നൊക്കെ നൈവേദ്യം കഴിക്കാറുണ്ട്, പക്ഷേ അതൊക്കെ കുളിച്ചു വന്നിട്ട് അമ്പലത്തിൽ നിന്നുള്ള നൈവേദ്യം കഴിച്ചിട്ട് തിരിച്ചു പോയിട്ട് എൻ്റെ സാധാരണ കഴിക്കാറുള്ള ആഹാരം ഞാൻ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് വേണ്ട, ക്ഷമിക്കണം, വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര വളരെ തെളിവോടെയാണ് ഹമീദ് അത് എന്നോട് പറയുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ കണ്ണിലൊക്കെ ആഞ്ജനേയ സ്വാമിയോടും ഈ കൽപ്പാത്തിയിലുള്ള സംസ്കാരത്തോടും പാരമ്പര്യത്തോടും കൽപ്പാത്തിയിലുള്ള ചിട്ടകളോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടുമുള്ള വലിയൊരു ഭക്തി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിലും അദ്ദേഹത്തിൻ്റെ കണ്ണിലും ഞാൻ കണ്ടിരുന്നു. മതേതരത്വമല്ല,
മതസൗഹാർദ്ദമാണ് നാം നിരന്തരം നമ്മെ പഠിപ്പിക്കേണ്ടത് എന്നതിന് വലിയൊരു നിദർശനമാണ് ജീവിച്ച് ഹമീദ് എനിക്ക് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് മതസൗഹാർദ്ദം, മറ്റു മതങ്ങളോടുള്ള എങ്ങനെയാണ് സഹകരിക്കേണ്ടതെന്ന് എനിക്ക് ജീവിച്ച് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഹമീദിന് ഈ കുറിപ്പ് സമർപ്പിക്കുന്നു. ഹമീദ് എനിക്കറിയാം 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ മറ്റേ ഹമീദ് പഠിച്ചിട്ടുള്ള ഉറപ്പാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഇത് പുസ്തകത്തിൽ നിന്നോ വായിച്ചതുകൊണ്ടോ ഒന്നും സ്വാംശീകരിച്ചതല്ല. ഈ ഒരു വിശാലമായ മനസ്ഥിതി അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന സർവകലാശാലയിൽ നിന്നും അദ്ദേഹം പഠിച്ചതാണ്. ഹമീദിന് വേണ്ടി ഈ കുറിപ്പ് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.